വേനൽക്കാലമൊക്കെ ആവുമ്പോഴേക്കും നമുക്ക് സാധാരണ ഉണ്ടാവുന്ന പ്രശ്നമാണ് റാഷസ് അല്ലേ. ഇങ്ങനെ റാഷസ് ചെറുതായിട്ട് പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകാം. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോടനുബന്ധിച്ച് ചൊറിച്ചിലും നമുക്ക് ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ ചൊറിഞ്ഞു കഴിഞ്ഞിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും വഷളാക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇങ്ങനെ നമുക്ക് ഈ ഒരു വേനൽക്കാലത്തൊക്കെ ചെറിയ ചൊറിച്ചിലും റാഷസും ഒക്കെ ഉണ്ടാകുന്നതിന്റെ ചില കാരണങ്ങളും അതുപോലെ തന്നെ ഇതൊക്കെ ഒന്ന് മാറാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉപയോഗിക്കാവുന്ന ചില ഹോം റെമഡീസും ആണ്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ പുറത്തേക്ക് ഒന്നാമത് നല്ല ചൂടാണ് ഈ സമയത്ത് ഇറുകിയ വസ്ത്രങ്ങൾ പോളിസ്റ്റർ പോലുള്ള ഡ്രസ്സുകളൊക്കെ പോളിസ്റ്ററിന്റെ മെറ്റീരിയൽ കൊണ്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ട് കഴിയുമ്പോഴേക്കും കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് കൂടെ ആണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് വിയർപ്പ് കൂടി ഇരുന്നിട്ട് പിന്നീട് നമുക്ക് ചൊറിച്ചിലും റാഷസും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടുന്നത് കൊണ്ട് നമുക്കിത് ഉണ്ടാവാം. അതുപോലെ മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ ഓവറായിട്ട് വിയർക്കുന്ന ജോലികൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിയർപ്പ് കൊണ്ടും ചില ആളുകൾക്ക് ചൊറിച്ചിലും റാഷസും ഉണ്ടാകാറുണ്ട്. ഇതിന് പുറമെ ആയിട്ട് വെയിലത്തേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ സൂര്യപ്രകാശം ഏറ്റിട്ട് ചില ആളുകൾക്ക് ഇതുപോലെ റാഷസും അതുപോലെ മേല് മുഴുവൻ ചുവന്ന് തടിച്ചു വരലും അതുപോലെ ചൊറിച്ചിലും ഉണ്ടാകാറുണ്ട്. അപ്പൊ സൂര്യപ്രകാശം ഡയറക്റ്റ് അതായത് ഒരുപാട് സൂര്യപ്രകാശം ഏൽക്കുന്നതും ചില ആളുകൾക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇത് കൂടാതെ നമുക്ക് സാധാരണ രീതിയിൽ മോസ്കിറ്റോ അതായത് നമ്മുടെ നാട്ടിലുള്ള പല തരത്തിലുള്ള പ്രാണികൾ കടിച്ചിട്ട് കൊതുക് കടിച്ചിട്ടൊക്കെ മേല് മുഴുവൻ പൊങ്ങി വരികയും അതുപോലെ തന്നെ റാഷസ് ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. ചില പ്രത്യേക തരം സസ്യങ്ങളുടെ ഇലകൾ സ്പർശിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ പൊങ്ങി വരികയും അതുപോലെ തന്നെ തടിപ്പുണ്ടാവുകയും ഒക്കെ ചെയ്യാറുണ്ട്. നല്ല രീതിയിൽ ചൊറിച്ചിലും വരാറുണ്ട്. അപ്പൊ അതും ഒരു റീസൺ ആണ്. അതുപോലെ തന്നെ ഒരുപാട് നാൾ കിടക്കുന്ന രോഗികളൊക്കെയാണ് അല്ലെങ്കിൽ കുറെ നാൾ കിടക്കേണ്ടി വരികയാണ് നമുക്കെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്കും ഒക്കെ ചൊറിച്ചിലും ഇതുപോലെ റാഷസും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് സാധാരണമായിട്ട് കണ്ടുവരുന്ന ചില കാരണങ്ങളാണ്. അപ്പൊ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്, ഒരുപാട് ഗുരുതരമൊന്നും അല്ല എന്ന് നിങ്ങൾക്ക് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ പരിഹാരം നമുക്ക് വീട്ടിൽ തന്നെ കാണാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത്തരം ഗുരുതരമല്ലാത്ത സാധാരണ പെട്ടെന്ന് പോകാൻ പറ്റുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചില റെമഡീസ് ഞാൻ പറയാം. കർപ്പൂര എണ്ണ നമ്മുടെ ചർമ്മത്തിൽ അതായത് ഇതിന് ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട്. നമ്മുടെ ചർമ്മത്തിൽ ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ കർപ്പൂര എണ്ണ വീട്ടിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. വെളിച്ചെണ്ണ നമുക്കിങ്ങനെ ചൊറിച്ചിലും അതുപോലെ തന്നെ ചെറിയ റാഷസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിപ്പോ ഇല സ്പർശിച്ചിട്ടാണെങ്കിലും അല്ലാതെ കൊതുക് കടിച്ചിട്ടാണെങ്കിലും അല്ലാതെ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണെങ്കിലും ഒക്കെ ഇതുപോലെ വെളിച്ചെണ്ണ നമ്മുടെ ശരീരത്തിൽ പുരട്ടുന്നത് ചൊറിച്ചിൽ മാറ്റാനും റാഷസ് കുറയ്ക്കാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് ഡ്രൈ ആയ സ്കിൻ ഉള്ളത് കൊണ്ട് ഇങ്ങനെ റാഷസ് ഉണ്ടാവുകയും ചൊറിച്ചിൽ വരാറുണ്ട്. ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു നല്ല പരിഹാരം തന്നെയാണ് വെളിച്ചെണ്ണ. ക്യുക്കുംബറിന്റെ നീര് ഈ ഒരു തിണർത്ത് വന്ന ഇടങ്ങളിൽ അല്ലെങ്കിൽ ചൊറിച്ചിലുള്ള ഭാഗങ്ങളിൽ പുരട്ടുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. നമുക്ക് ആ ഭാഗത്ത് നല്ലൊരു തണുപ്പ് തരാനും അതുപോലെ തന്നെ ആ ഭാഗത്തെ പ്രശ്നങ്ങൾ ഒന്ന് കുറയ്ക്കാനായിട്ടും ഇത് സഹായിച്ചേക്കും. മഞ്ഞള് ഒരുപാട് ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളുള്ള ഒന്നാണ് മഞ്ഞള്. പച്ച മഞ്ഞളും നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പണ്ട് കാലത്തൊക്കെ കുട്ടികളുടെ മേത്ത് ഇങ്ങനെ തടിപ്പും അല്ലെങ്കിൽ വലിയ ആളുകൾക്ക് തടിപ്പൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ചൊറിച്ചിലുണ്ടാകുന്ന സമയത്ത് പച്ചമഞ്ഞൾ അരച്ച ഭാഗത്ത് തേക്കാറുണ്ടായിരുന്നു. ഈ പച്ചമഞ്ഞൾ ഇങ്ങനെ തേക്കുന്നത് വഴി അല്ലെങ്കിൽ മഞ്ഞൾ നമ്മൾ ആ ഒരു ചൊറിച്ചിലുള്ള ഭാഗത്ത് ഉപയോഗിക്കുന്നത് വഴി ആ ഭാഗത്തെ ചൊറിച്ചിൽ മാറാനും റാഷസ് കുറയാനും ഇത് സഹായിക്കുന്നുണ്ട്. ഇത് കൂടാതെ ആര്യവേപ്പില വെന്ത വെള്ളത്തിലൊക്കെ കുളിക്കുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ പല ആളുകളും. ഇത് നമ്മുടെ ചൊറിച്ചിലും അതുപോലെ തന്നെ ചെറിയ റാഷസും ഒക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു നല്ല റെമഡി തന്നെയാണ്. തുളസിയും നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതായത് ചെറിയ കൊതുക് കടിച്ചതോ അല്ലെങ്കിൽ മറ്റു ചെറിയ പ്രാണികളൊക്കെ കടിച്ച സ്ഥലത്ത് നമ്മൾ തുളസി നീര് ഒന്ന് തുടയ്ക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ റാഷസ് ഉള്ളെടുത്ത് തുളസി നീര് ഒന്ന് തുടയ്ക്കുകയോ അതിന്റെ നീര് ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റാഷസ് ഒക്കെ ഒന്ന് കുറയാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള റെമഡീസ് ഒക്കെ എന്ന് പറയുന്നത് നമുക്ക് സാധാരണയായിട്ട് നമുക്കറിയാലോ ഒറ്റ ദിവസം കൊണ്ട് പോകുന്നതാണോ അല്ല ഒരാഴ്ച കൊണ്ട് പോകുന്നതാണോ എന്നൊക്കെ അറിയാവുന്ന റാഷസും പ്രശ്നങ്ങളും ചൊറിച്ചിലും ഒക്കെ ഉണ്ടാവുമല്ലോ. അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത്തരത്തിലുള്ള ഹോം റെമഡീസ്. ഒരുപാട് നാൾ നീണ്ടു നിൽക്കുന്ന ഭയങ്കര സീരിയസ് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ റെമഡീസ് ഒന്നും ട്രൈ ചെയ്യാൻ നിൽക്കാതെ ഒരു ഡോക്ടറെ കണ്ട് വേണ്ട പരിശോധനകളൊക്കെ നടത്തി മെഡിസിൻ എടുക്കുക. അല്ലാതെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ ഇപ്പോൾ നമുക്കിങ്ങനെ വേനൽക്കാലത്ത് ഈ വേർപ്പ് കൊണ്ടൊക്കെ ഉണ്ടാവുന്ന ചൊറിച്ചിലും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് അതെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.